ബിറ്റ്കോയിൻ്റെ ഹാൽവിങ്ങിന് ശേഷം ബിറ്റ്കോയിൻ പിന്നെ വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. ബിറ്റ്കോയിൻ മൂവ്മെൻ്റ് ഇല്ലെന്ന് പറഞ്ഞാലും ബിറ്റ്കോയിന് വലിയ രീതിയിലങ്ങ് ഡംപായോ അല്ലെങ്കിൽ പഴയ പോലെ 30K എത്തിയോ അല്ലെങ്കിൽ 40K എത്തിയോ എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു മൂവ്മെൻ്റ് ഇല്ല. പക്ഷേ ആൾട്ടോയിൻ്റെ അവസ്ഥയാണ് ശോചനീയമെന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ നല്ല രീതിയിൽ തന്നെ പമ്പായിട്ട് ചെറിയൊരു കറക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ആൾട്ടോയിന് പലത് നോക്കിയാലും നിങ്ങൾക്കറിയാം 2022 ഡമ്പിൻ്റെ അതിലും താഴെയൊക്കെ ഡമ്പായ പല ആൾട്ടോയിനുകളും ഉണ്ട്. ഇപ്പം ബൈ ദ ഡിപ്പ് എന്ന് എപ്പോഴും നമുക്ക് പറയാനും പറ്റത്തില്ല. ചില പ്രൊജക്റ്റൊക്കെ ഇങ്ങനെ ഡിപ്പായി അങ്ങ് അങ്ങ് ഇതായിപ്പോവും, വാഷ് ഔട്ടായിപ്പോവും ചില പ്രൊജക്റ്റുകൾ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വലിയൊരു ഡംപ്. അപ്പോൾ ആൾട്ടോയിനൊന്നും വലിയ രീതിയിൽ മൂവ്മെൻ്റ് ഇല്ല. ആൾട്ട് സീസണെന്ന് പലപ്പോഴും പല പോസ്റ്റുകളും നമ്മൾ ട്വിറ്റർ അതായത് എക്സ് അക്കൗണ്ടിൽ കാണാറുണ്ട്, ആൾട്ട് സീസൺ. പക്ഷേ കുറേ മാസം കൊണ്ട് ഏപ്രിലിന് ശേഷം, ഏപ്രിലാണ് ബിറ്റ്കോയിൻ ഹാൽവിങ് കഴിഞ്ഞത്. അതിനുശേഷം നല്ല രീതിയിൽ ഡംപ് ഉണ്ടാകുമെന്നൊക്കെ പ്രീവിയസ് ആയിട്ട് ഡമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹാൽവിങ്ങിന് ശേഷം. അപ്പം അതിൻ്റെ ആയിട്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആൾട്ടോയിനൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഡമ്പായത്. പലരും ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ എനിക്ക് തോന്നുന്നു 2021 ചിലപ്പോൾ ഹൈയിലൊക്കെ ഒരുവിധ ഹൈയിലൊക്കെ മേടിച്ചവർ തന്നെ ഇപ്പോഴും നല്ല ലോസിലാണ്. അവരൊക്കെ എന്ന് റിക്കവർ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ BTC മാക്സിമം നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. BTC മാക്സിമം നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ BTC ഇപ്പം ഒരു 58, 279 ഈ റേഞ്ചിലാണ്. 60K എത്തിയാൽ അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും റിജക്ഷൻ ആവുകയാണ്. ഇപ്പം മൂന്നാമത്തെ വട്ടം കൊണ്ട് റിജക്ഷൻ ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയ തന്നെ എത്തി 60 പോയിട്ട്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൾട്ടോയിനൊക്കെ ചെറിയ രീതിയിൽ ട്രേഡ് എടുക്കാം. വലിയ ലിവറേജ് ഒന്നും എടുക്കാതൊക്കെ ട്രേഡ് എടുക്കാം. സ്പോട്ടിൽ ബൈ ചെയ്യുന്നതൊക്കെ ഏറ്റവും ബെറ്റർ തന്നെയാണ്. പിന്നെ ബിറ്റ്കോയിന് നിങ്ങൾ മാക്സിമം നോക്കുക. ബിറ്റ്കോയിൻ ഇനി ഒരു 54K ഒക്കെ ചിലപ്പം ഒന്നിറങ്ങി വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ 54K എത്തുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇത് നോക്കണ്ട. സ്പോട്ടിലൊക്കെ ബൈ ചെയ്യാം. ഫ്യൂച്ചർ എടുക്കുന്നവർ ലോ ലിവറേജ് മാത്രം ട്രേഡ് എടുക്കുക. എന്ന് വെച്ചാൽ റിസ്ക്കാണ്. BTC ഒരു ഭയങ്കരമായിട്ട് ബോറിങ് തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ BTC നല്ല ബോറിങ്. അതുകൊണ്ട് ആൾട്ടോയിൻ അതിലും നല്ല എക്സ്ട്രാ ബോറിങ്ങാണ്. ആൾട്ടോയിനൊക്കെ നിങ്ങൾ മാറ്റിക്കായാലും പലതും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു പ്രൈസ് മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്ന് വീക്കിലി ആ ഒരു എൻഡായ അടുത്തൊരു വീക്ക് തുടങ്ങിയാണ്. ഈ ഒരു വീക്ക് നമുക്ക് ബുള്ളിഷ് ആണോ എന്ന് ഇപ്പം ഇന്നോ നാളെ കൊണ്ടൊക്കെ അറിയാം ഈ ഒരു വീക്ക്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.